ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ശുചിത്വത്തിന്റെ വില അല്ലേ? എത്ര പേര് വായിച്ചു? പാഠം 7 ശുചിത്വത്തിന്റെ വില അല്ലേ? അത് നമുക്ക് കഴിഞ്ഞു അല്ലേ പാഠം? ഓക്കെ, കഴിഞ്ഞില്ലേ? എല്ലാ മക്കളും വായിച്ചിട്ടുണ്ടായിരുന്നോ? ഓഡിയോ ക്ലിപ്പ് ഇടാത്ത കുറെ കുട്ടികളുണ്ടല്ലോ. മിസ് ഓഡിയോ ക്ലിപ്പ് അയച്ചു തരാൻ പറഞ്ഞ് ചെയ്യാത്ത കുറെ കുട്ടികളുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ആ ചെയ്യാത്ത കുട്ടികൾ കൂടി നല്ലപോലെ വായിച്ചതിന് ശേഷം ഒരു 3 or 4 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആവും. അതിനുശേഷം നിങ്ങളൊരു ഓഡിയോ ക്ലിപ്പ് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. അതായത് നമ്മുടെ കഴിഞ്ഞ പാഠത്തിന്റെ, അതായത് 7ാമത്തെ പാഠത്തിന്റെ. അപ്പൊ അതിന്റെ പഠന പ്രവർത്തനങ്ങള് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് എടുത്തു എല്ലാവരും. പേജ് നമ്പർ 29 എടുത്ത എല്ലാവരും. ലിസൺ ഹിയർ, ശ്രദ്ധിക്കുക. ആദ്യത്തെ അർത്ഥം അല്ലേ? അർത്ഥാണുള്ളത്. അതില് വീര്യം, എന്താ അർത്ഥം? ധൈര്യശാലിയുടെ ഭാവം, വീര്യം അല്ലേ? നെക്സ്റ്റ് സുശീല, നല്ല ശീലമുള്ള, ശീലം സ്വഭാവം അല്ലേ? സുശീല പറഞ്ഞ നല്ല ശീലമുള്ള, നല്ല സ്വഭാവമുള്ളവള്. ദുരിതം കഷ്ടപ്പാട്. അസൂയ അന്യന്റെ സുഖത്തിൽ അസഹ്യത തോന്നുന്നതിനാണ് എന്ത് പറയുക? അസൂയ അല്ലെ? അന്യന്റെ സുഖത്തില് അസഹ്യത തോന്നുമ്പോഴാണ് എന്ത് പറയുക? അസൂയ ഉണ്ടാവും എന്ന് പറയുന്നത് അല്ലെ? അധർമ്മം ധർമ്മത്തിന് നിരക്കാത്തത്. അനീതി നീതിയല്ലാത്ത. അപ്പൊ ധർമ്മം ഓപ്പോസിറ്റ് വേർഡാണ് കേട്ടോ, അധർമ്മം. അതുപോലെ അനീതി, ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? നീതി അല്ലെ? തിടുക്കത്തിൽ വേഗത്തിൽ. സ്നേഹമയി സ്നേഹമുള്ളവള് അല്ലെ? വിരൂപം രൂപഭംഗി ഇല്ലാത്തത്. സുന്ദരം എന്നുള്ള പദത്തിന്റെ ഓപ്പോസിറ്റ് വിപരീത പദമാണ് എന്ത്? വിരൂപം, അതായത് രൂപഭംഗി ഇല്ലാത്തത്. നെക്സ്റ്റ് 2ാമത്തെ പഠന പ്രവർത്തനം എന്താ? പകരം പദങ്ങൾ അല്ലെ? പകരം പദങ്ങൾ കണ്ടെത്തുക, അതായത് പര്യായ പദങ്ങൾ. രാജാവ്, രാജാവ് എന്താണ്? രാജാവിന്റെ നൃപൻ, മന്നൻ, അരജൻ അല്ലെ? 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഭാര്യ, പത്നി, സഹധർമ്മിണി, കാന്ത അല്ലെ? കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്. അപ്പൊ ഭാര്യ എന്ന് പറയുമ്പോ കാന്ത. സഹധർമ്മിണി. നെക്സ്റ്റ് പത്നി, പത്നിയുടെ എന്താ? പതി അല്ലെ? പതി എന്ന് പറയും. പത്നിയുടെ ഭർത്താവ് എന്ന് അർത്ഥം വരുന്നത് പതി പറയും. ശരീരം, കായം, തനു, മേനി. നെക്സ്റ്റ് വസ്ത്രം, ആട, ചേല, അമ്പരം. നമ്മൾ പറയില്ലേ ഉടയാട അല്ലെ? ചേല ചുറ്റി വസ്ത്രത്തിന് പറയുന്നതാണ് കേട്ടോ. വസ്ത്രം, ആട, ചേല, അമ്പരം. നെക്സ്റ്റ് വൃത്തിയില്ലാത്ത, പിരിച്ചെഴുതാനാണ് അടുത്തത്. വൃത്തിയില്ലാത്ത, വൃത്തി പ്ലസ് ഇല്ലാത്ത ആണ് എന്ത്? വൃത്തിയില്ലാത്ത. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അപ്പൊ എല്ലാവരും പേന എടുക്കണേ, പേനയോ പെൻസിലോ. സ്നേഹമയ്യായ എങ്ങനെയാ പിരിച്ചെഴുതുക? സ്നേഹമയ്യായ എങ്ങനെ പിരിച്ചെഴുതും? സ്നേഹമയി പ്ലസ് ആയ. എഴുതി എല്ലാവരും തെറ്റിക്കാതെ. സ്നേഹമയി പ്ലസ് ആയ, അതാണ് എന്ത്? സ്നേഹമയി ആയ. സ്നേഹമയി പ്ലസ് ആയ. സ്നേഹമയി പ്ലസ് ആയ. ഓക്കെ, സ്നേഹമയി, സ്നേഹമയി പ്ലസ് ആയാണ് സ്നേഹമയി ആയ. നെക്സ്റ്റ് ഏതാ? കുപ്പക്കൂനകൾ അല്ലെ? കുപ്പക്കൂനകൾ. കുപ്പ പ്ലസ് കൂനകൾ. ഓക്കെ, ഇക്ക വേണ്ട, വെറും കായേ വേണ്ടു കേട്ടോ. അത് ദ്വിത്വസന്ധിയാ വരുന്നത്. അപ്പൊ ഇക്ക വേണ്ട. കുപ്പക്കൂനകളിൽ ഇക്ക ഒഴിവാക്കി വെറും കായാക്കണം. കുപ്പാന്ന് എഴുതി കായെഴുതി ഊച്ചിനിട്ടാ മതി. ഊച്ചിനം. ഓക്കെ, കുപ്പക്കൂനകൾ. നെക്സ്റ്റ് എന്താ? അകറ്റി കളയണം അല്ലെ? അകറ്റി എന്താ? അല്ല, അല്ല, പ്ലീസ് അൺമ്യൂട്ട്.
അല്ല എന്തിനാ കൂനകൾ എന്ന് പറഞ്ഞ ഒന്നും കൂടെ പറയുവോ? ആ കുപ്പ പ്ലസ് കൂന, ഇക്ക വേണ്ട, കൂനകൾ. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ മിസ് പറയുന്നത്? കേൾക്കുന്നില്ല എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഏതാ? അകറ്റിക്കളയണം അല്ലെ? എങ്ങനെ പിരിക്കും നമ്മള്? അകറ്റി പ്ലസ് കളയണം അല്ലെ? ഇക്ക വേണ്ട, കളയണം. അകറ്റി പ്ലസ് കളയണം, ഇക്ക വേണ്ട. കൃപാമേരി എഴുതിയോ? ഓക്കെ, അപ്പൊ അകറ്റി പ്ലസ് കളയണം. ഇക്ക എഴുതരുതേ, വെറും കായ എഴുതാൻ പാടും. നെക്സ്റ്റ് നാലാമത്തത് എന്താണ്? ചേർത്തെഴുതാം അല്ലെ? ചേർത്തെഴുതാം. എങ്ങനെ? രാജാവ് പ്ലസ് ആയിരുന്നു, രാജാവ് പ്ലസ് ആയിരുന്നു, രാജാവായിരുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്? സുഖം പ്ലസ് ആയി പ്ലസ് ഇരുന്നു. എന്താണ്? സുഖമായിരുന്നു. ഓക്കെ, സുഖമായിരുന്നു. ഈ വേണ്ട, പിന്നെ ഇയാൾക്ക് വള്ളിയിടുക വേണ്ടേ? സുഖമായിരുന്നു. ഓക്കെ, സുഖമായിരുന്നു. ഓക്കെ, ഫിനിഷ് ആയോ? എത്ര വരെ? എന്തേ ഷോൺ? സ്നേഹമയ്യായ എന്നുള്ളതാണോ? ഓക്കെ, സ്നേഹമയി പ്ലസ് ആയ. ഷെഫി പോയോ? സ്നേഹമയി പ്ലസ് ആയ. ഒന്നുകൂടി മിസ് അത് ആദ്യം മുതൽ വായിക്കാം. ഏത്? വൃത്തിയില്ലാത്ത, വൃത്തി പ്ലസ് ഇല്ലാത്ത പിരിച്ചെഴുതുകയില്ലേ? മൂന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ എന്താ? സ്നേഹമയിയായ, സ്നേഹമയി പ്ലസ് ആയ, ആ കേട്ടോ. മൂന്നാമത്തത് കുപ്പക്കൂനകൾ, കുപ്പ പ്ലസ് കൂനകൾ. ലാസ്റ്റ് അകറ്റിക്കളയണം, അകറ്റി പ്ലസ് കളയണം, ഇക്ക വേണ്ട കേട്ടോ. നെക്സ്റ്റ് നാലാമത്തത് ചേർത്തെഴുതാം. രാജാവ് പ്ലസ് ആയിരുന്നു, രാജാവായിരുന്നു. അതുപോലെ തന്നെ സുഖം പ്ലസ് ആയി പ്ലസ് ഇരുന്നു, സുഖമായിരുന്നു. ഓക്കെ, അതുവരെ കഴിഞ്ഞു എല്ലാവർക്കും? ഓക്കെ, സേറ ഓക്കെ, എബിന് കഴിഞ്ഞു. ഓക്കെ, സൂര്യദേവ് കഴിഞ്ഞില്ലേ മോനെ? ഓക്കെ, ശ്രീദേവ്, ഷംവിലെ, ഷംവിലെ കേൾക്കുന്നില്ലേ? നിഹാൽ എഴുതിയ മോനെ? ഓക്കെ, ദേവാഞ്ജന എഴുതിയില്ലേ? ഓക്കെ, ഫാത്തിമ മെഹഫൂസ നോട്ട് ഇതുവരെ എഴുതിയോ മോള്? അഞ്ചാമത്തെ പഠന പ്രവർത്തനം എന്താണ്? സമാന പ്രയോഗങ്ങൾ എഴുതാം എന്നാണ് അല്ലേ? അല്ലേ? എന്താ ഇത്? കാത്ത് കാത്ത് നടന്നു, പാത്തു പാത്തു ചെന്നു, ഓടി ഓടി പോയി. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇതിന്റെ സമാന പദങ്ങള്? അതേപോലെ വരുന്ന ഏതെങ്കിലും പദങ്ങൾ എന്താ എഴുതുക? ചാടി ചാടി പോയി അല്ലേ? ചാടി ചാടി പോയി, ചാടി ചാടി, ചാടി എഴുതിയിട്ട് ഇച്ച എഴുതണേ. ചാടി ചാടി പോയി. എന്താ? നടന്നു നടന്നു പോയി. ഇപ്പൊ രണ്ടെണ്ണം എഴുതുക. ചാടി ചാടി പോയി എന്നിട്ട് കോമിടണം കേട്ടോ. എന്നിട്ട് നടന്നു നടന്നു പോയി. എഴുതാൻ പറ്റുന്നില്ലേ മക്കളെ? ചാടി 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 പോയി, കോമിടുക. നടന്നു നടന്നു പോയി. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? കഴിഞ്ഞോ എല്ലാവർക്കും അത്? നെക്സ്റ്റ് മുറ്റത്തും തൊടിയിലും റോഡിലും പറമ്പിലും
പരിസരത്തും. മുറ്റത്തും തൊടിയിലും റോഡിലും പരിസരത്തും. അത് എഴുതിയാലും മതി. ഇങ്ങനെ എഴുതിക്കോ, മുറ്റത്തും തൊടിയിലും റോഡിലും ഉണ്ട്. അപ്പൊ പറമ്പിലും എഴുതിക്കോ, പറമ്പിലും തോട്ടിലും. പറമ്പ് അറിയില്ലേ എല്ലാവർക്കും? പറമ്പ്, പറമ്പിലും. ഓക്കെ, പറമ്പിലും, പറമ്പിലും. നെക്സ്റ്റ് തോട്ടിലും. എഴുതിയോ? ഓക്കെ, രണ്ടും എഴുതാൻ അറിയത്തവരുണ്ടോ? അപ്പൊ പറമ്പിലും തോട്ടിലും. കഴിഞ്ഞോ സേബ? ഓക്കെ, എന്തേ ആൻഡ്രോസ്? ആൻഡ്രോസ് പ്രിൻസ്, യെസ്. ആദ്യത്തെ സമാന പ്രയോഗങ്ങളില് കാത്ത് കാത്ത് നടന്നു എന്ന് അവിടെയുണ്ട്. കോമ ഇട്ടിട്ട് എന്ത് എഴുതി നമ്മള്? പാത്തു പാത്തു ചെന്നു എന്ന് അതിലുണ്ട്. നെക്സ്റ്റ് ഓടി ഓടി പോയി എന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് മിസ് പറഞ്ഞെന്താ? ചാടി ചാടി പോയി എന്ന് എഴുതണം. കോമയിൽ ലാസ്റ്റ് കുത്തു കുത്തു ഇട്ടിട്ട് കണ്ടോ ഡാഷ്? അതിന്റെ മുകളിൽ എഴുതണം എന്ത്? ചാടി ചാടി പോയി. അത് കഴിഞ്ഞതിന് ശേഷം കോമ ഇട്ടിട്ട് എന്ത് എഴുതുക? നടന്നു നടന്നു പോയി എഴുതുക. എന്താണ് അഗസ്റ്റിൻ? ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിപ്പിച്ചാൽ നോട്ട്ബുക്കിലോട്ട് എഴുതണോ? ഇത് മുതൽ എഴുതണമെന്നില്ല. ഏത് ചേർത്ത് എഴുതുക വരെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ? അർത്ഥം, പകരം പദങ്ങള്, നെക്സ്റ്റ് പിരിച്ചെഴുതുക, ചേർത്ത് എഴുതുക, അത്രയും പറഞ്ഞില്ലേ? അതെല്ലാം നോട്ടിലേക്കും നമ്മൾ പകർത്തി എഴുതണം. ഓക്കെ, നിങ്ങൾ ചെയ്യുമല്ലോ? അപ്പൊ ഇപ്പൊ പറയുന്നത് എഴുതിയിട്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ക്വസ്റ്റ്യൻസിന് മിസ് സെൻഡ് ചെയ്ത് തരുമ്പോ അതും നിങ്ങൾ എഴുതണം, നോട്ടിലേക്ക് തന്നെ എഴുതിയെടുക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ ഉള്ളത് ഇനി അടുത്ത് മുറ്റത്തും അല്ല ആൻഡ്രോസ്, മുറ്റത്തും തൊടിയിലും റോഡിലും അവിടെ ഉണ്ടല്ലോ. അതിന് ശേഷമുള്ള ഡാഷ് നിങ്ങൾ എന്ത് എഴുതണം? പറമ്പിലും. എന്നിട്ട് നെക്സ്റ്റ് വിട്ട് ഡാഷ് ഇട്ടതിൽ എന്ത് എഴുതണം? തോട്ടിലും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, കഴിഞ്ഞ എല്ലാവർക്കും? അപ്പൊ പറമ്പിലും തോട്ടിലും എഴുതാം. കഴിഞ്ഞു. ആറാമത്തത് മാതൃക പോലെ എഴുതാം അല്ലെ? അപ്പൊ അവിടെ തന്നിട്ടുണ്ട് എന്ത്? ആരോഗ്യവും സൗന്ദര്യവും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് താഴെ പഠിപ്പും ഡേഷും. ഡേഷ് എന്നുള്ളത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് പഠിപ്പും? പഠിപ്പും അറിവ് താഴെയുള്ളതാണ്, അതല്ല. പഠിപ്പും അറിവല്ല, പഠിപ്പും ആർക്ക് പറയാനറിയാം? നോ, പഠിപ്പും വിവരവും. എന്താ ഇതുണ്ടത് അവിടെ? പഠിപ്പും വിവരവും. വിവരവും, വിവരവും. പഠിപ്പും വിവരവും. അറിയില്ല നിങ്ങൾക്ക് എഴുതാൻ? പഠിപ്പും മുഹമ്മദ് ആരാ വരച്ചേ? ഷംബീല്, ക്രിസ്റ്റി. ബോർഡിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് കൃത്യമായി ഇവിടെ വരും. ഞാൻ അതുകൊണ്ടാണ് ഡിസേബിളിൽ പോവാത്തെ, വൃത്തി വരും. ഇതിൽ എഴുതാൻ വൃത്തിയാവും ചെയ്യില്ല.
വിവരവും. ചെരിഞ്ഞു പോകും കേട്ടോ എഴുതുമ്പോ. പഠിപ്പും വിവരവും. നെക്സ്റ്റ് എന്താ? അറിവും. എങ്ങനെ എഴുതണ്ട? അറിവും എന്താണ് വരുക അടുത്തതില്? അറിവും അറിവും വീര്യവും. അറിവും വീര്യവും അല്ലടാ, ബുദ്ധിയും. അറിവും ബുദ്ധിയും. എങ്ങനെയാ ബുദ്ധി എഴുതുക? ബാ എഴുതുക, എന്നിട്ട് ഊച്ചിന്നിടുക, എന്നിട്ട് എന്ത് ചെയ്യണം? ധി അല്ലേ? ദ് പ്ലസ് ധായാണ്. കൂട്ടി എഴുതുമ്പം ഇങ്ങനെ വരും അല്ലേ? മിസ് എഴുതുന്ന ക്ലിയർ ഉണ്ടാവില്ല, നിങ്ങളത് വൃത്തി എഴുതിക്കോ കേട്ടോ. മിസ് മൗസ് കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. മുഹമ്മദ് ആദ്യം തുടങ്ങി. ഷംബീലെ ഇത് മിസ് വെറുതെ പറഞ്ഞല്ല, ശരിക്ക് പേര് ഇവിടെ വരുന്നുണ്ട്. ബുദ്ധിയും അല്ലേ? ബുദ്ധിയും. ഈ ധാ നല്ല വൃത്തി എഴുതണേ. ബുദ്ധിയും. ഓക്കെ. അപ്പോ അറിവും ബുദ്ധിയും അല്ലെ? നെക്സ്റ്റ് സുന്ദരിയും. എന്താ വരുക? സുന്ദരിയും സുശീലയും. സുശീലയും. സുന്ദരിയും സുശീലയും. സുശീല. സുന്ദരിയും സുശീലയും. നല്ല ശീലമുള്ളവൾ സുശീല. ഓക്കെ. അപ്പോ സുന്ദരിയും സുശീലയും അല്ലേ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? അത് എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും? നെക്സ്റ്റ് ഏഴാമത്തത് അല്ലേ? ഏഴാമത്തെ എന്താ? പദങ്ങൾ ക്രമത്തിലാക്കി വാക്യം എഴുതാം അല്ലേ? എന്ത് ചെയ്യണം? നമ്മള് തന്നിരിക്കുന്ന പദങ്ങളെ ക്രമത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? വാക്യം ഉണ്ടാക്കണം അല്ലേ? അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒന്ന് തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന് ഏതാ തന്നിട്ടുണ്ട്? ശുദ്ധി. മനസ്സിനും ശുദ്ധമാവുമ്പോൾ ശരീരം തോന്നും. എങ്ങനെയാണ് നല്ല വാക്യം ഉണ്ടാക്കി? നമ്മള് ശരീരം ശുദ്ധമാവുമ്പോൾ മനസ്സിനും ശുദ്ധി തോന്നും അല്ലേ? അതാണ് ഫസ്റ്റ് വൺ. അപ്പൊ അതേപോലെ നമുക്ക് താഴെ തന്നത് നമ്മൾ എന്ത് ചെയ്യണം? ശരിയാക്കി ക്രമത്തിൽ എഴുതണം അല്ലേ? അപ്പൊ രണ്ടാമത്തെ എന്താ? നമ്മെ ഒരു കഴിയുകയില്ല രോഗത്തിനും കീഴ്പ്പെടുത്താൻ അല്ലേ? എന്താണ് വരുക? നമ്മെ ഒരു രോഗത്തിനെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. ആദ്യം ഏതാ വരുക? ഒരു രോഗത്തിനും. ഒരു ആദ്യം ഒരു ഇവിടെ ഇല്ല. രണ്ടാമത് തന്നത് നിങ്ങൾ ആദ്യം ഇത്. ഒരു രോഗത്തിനും. രോഗത്തിന് എവിടെയാണ്? നാലാമതുണ്ട് രോഗത്തിനും അല്ലേ? ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. എഴുതിയോ? ഇതിൽ തന്നെ ഉള്ളതാണ്. നിങ്ങൾ താഴേക്ക് നോക്കി എഴുതാൻ മതി. അപ്പൊ ഒരുന്ന് ആദ്യം എഴുതണം. അവിടെ രണ്ടാമത് തന്നത് നമ്മളെ ഫസ്റ്റ് എഴുതണം. പിന്നെ നാലാമത് തന്നത് രോഗത്തിനുള്ളത് രണ്ടാമത് എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്മെ ഫസ്റ്റ് എഴുതിയതാണ് അവിടെ, അത് നമ്മൾ മൂന്നാമത് എഴുതണം. എന്നിട്ട് എന്ത് എഴുതണം? കീഴ്പ്പെടുത്താൻ ലാസ്റ്റ് അവിടെ തന്നത് എടുത്ത് നമ്മേന്ന് കഴിഞ്ഞിട്ട് എഴുതണം. അത് കഴിഞ്ഞ് കഴിയുകയില്ല എഴുതണം. ഓക്കെ? ക്രിസ്റ്റി എഴുതിയോ? ക്രിസ്റ്റി? ഓക്കെ. അപ്പൊ ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല, അങ്ങനെയാണ് വരേണ്ടത്. എഴുതിയോ എല്ലാവരും? ശരിയാണല്ലോ എഴുതിയത്? ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല അല്ലേ? ഓക്കെ. എല്ലാം കംപ്ലീറ്റ് ആക്കി അല്ലേ? ഓക്കെ. ഷെഫി എല്ലാം കംപ്ലീറ്റ് ആക്കി.
നെക്സ്റ്റ് 8ാമത്തത്. ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ആയോ? ഓ, നമ്മൾ ചെയ്യുന്നതും കൂടെ അവള് കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് 8ാമത്തത് ചോദ്യോത്തര മത്സരം നടത്താം എന്നാണ്. അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മത്സരം നടത്താം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ പങ്കാളിയാണ് അല്ലെ? അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ ഷംബീലെ. ഷംബീൽ കേൾക്കുന്നില്ലേ? ഷംബീൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണേ എല്ലാവരും. കേൾക്കുന്നില്ല. ഷംബീൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. കേൾക്കുന്നില്ലേ? ഷംബീലിന് കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? Can you hear? ആർക്കും കേൾക്കുന്നില്ലേ? എനിക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് അന്ന അഗസ്റ്റിൻ ഒന്ന് വായിച്ചേ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ. കരിക്ക് ആദ്യം നളന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റി അതിന്റെ ആൻസർ പറഞ്ഞേ. ക്രിസ്റ്റി. നളന്റെ മേൽ എപ്പോഴും ശുചിയായി വെച്ചിരുന്നത് കൊണ്ട് കരിക്ക് നളന്റെ മേൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, നളന്റെ ശരീരം എല്ലായ്പ്പോഴും ശുചിയായിരുന്നത് കൊണ്ട് കലിക്ക് നളന്റെ മേൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ് 2ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻഡ്രോസ് വായിച്ചേ. ആൻഡ്രോസ് 2ാമത്തെ ക്വസ്റ്റ്യൻ. കലി നളന്റെ മേൽ പ്രവേശിച്ചത് എങ്ങനെ? ഓക്കെ, കലി നളന്റെ മേൽ പ്രവേശിച്ചത് എങ്ങനെയാ ഷെഫി പറഞ്ഞോ? ഷെഫി ആൻസർ ചെയ്തോ? അതിന്റെ ഒരു ദിവസം സന്ധ്യാവന്ദനത്തെ കാൽ കഴിഞ്ഞ സമയത്ത് തിരുക്കത്തിൽ പുറങ്കാൽ തേച്ച് കഴുകാൻ മറന്നുപോയി. സന്ധ്യാവന്ദനത്തിന് കാൽ കഴുകുന്ന സമയത്ത് തിടുക്കത്തിൽ എന്ത് ചെയ്തു? പുറങ്കാൽ തേച്ച് കഴുകാൻ ആര്? നളൻ മറന്നുപോയി. അങ്ങനെ ആ അഴുക്കിലൂടെയാണ് ആര് പ്രവേശിച്ചത്? കലി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സൂര്യദേവ് വായിച്ചേ. 3ാമത്തെ ക്വസ്റ്റ്യൻ. നളൻ കലി ശേഷം ഉണ്ടായത്. നളനെ കലി ബാധിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടായത്? എന്തൊക്കെയാ ഉണ്ടായത് ദേവാഞ്ജന? പറഞ്ഞോ ദേവാഞ്ജന. അതോടെ നളന്റെ സ്വഭാവം മാറി. രാജ്യവും ചൂതുകളിയിൽ രാജ്യവും സമ്പത്തും നഷ്ടപ്പെട്ടു. സ്നേഹമയായ ദമയന്തിയെ പോലും കാട്ടിൽ ഭ്രാന്തനെ പോലെ അലഞ്ഞു. ഒടുവിൽ കാർക്കോടകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റ് പോലും വിരൂപമായി തീർന്നു. ദേഹം പോലും വിരൂപമായി അല്ലേ? അതാണ് നളന് കലി ബാധിച്ചതിന് ശേഷം സംഭവിച്ചത് അല്ലേ ഉണ്ടായത്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ ആഷിൻ വായിച്ചേ. ആഷിൻ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചോ? ഓക്കെ, വായിച്ചോ. സാംക്രമിക രോഗങ്ങളുടെ അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്തിട്ടോ മോനെ? അൺമ്യൂട്ട് അല്ല മോന്റെ സൗണ്ട് കേൾക്കൂല. അൺമ്യൂട്ട് അല്ല. സാംക്രമിക രോഗങ്ങളുടെ അണുക്കൾ പതിയിരിക്കുന്നത് എവിടെയൊക്കെയാ? സാംക്രമിക രോഗങ്ങൾ പതിയിരിക്കുന്നത് എവിടെയൊക്കെ?
എവിടെയൊക്കെയാ എബിൻ? എബിൻ എവിടെയൊക്കെയാ? റോഡരികിലുള്ള കടകളിലും റോഡരികിലുള്ള കടകളിലും കുപ്പക്കൂരകളിലും ചെടി നിറഞ്ഞ വഴികളിലും അനേകം സാംക്രമിക രോഗങ്ങളുടെ അണുക്കൾ പതിയിരിപ്പുണ്ട്. ഇടവഴികളിലുമെല്ലാം സാംക്രമിക രോഗങ്ങളുടെ അണുക്കളെ പതിയിരിപ്പുണ്ട് അല്ലെ? അപ്പൊ നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ കൃപാമേരി ഒന്ന് വായിച്ചേ. ശുചിത്വമായതെന്ത്? ഏറ്റവും പ്രധാനമായതെന്ത്? എന്താ ശ്രീദേവ് കൃഷ്ണ? ശുചിത്വ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായത് എന്ത്? എന്താണ് ശ്രീദേവേ? ഇവിടെ എല്ലാവരും തിരക്കൂട്ടിയെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞു. വേഗം പറഞ്ഞേ ശ്രീദേവേ, എന്താ അതിന്റെ ആൻസർ? ശുചിത്വ കാര്യത്തില് ഏറ്റവും പ്രധാനമായത് എന്താണ് മിസ് പറഞ്ഞതല്ലേ ക്ലാസ്സില്? എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കണം? ശരീരവും വസ്ത്രങ്ങളും വെടിപ്പായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എല്ലാ സാധനങ്ങളും കഴിയുന്നത്ര വൃത്തിയായി വെക്കാൻ നാം ശീലിക്കണം അല്ലെ? അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പരിസരവും വൃത്തിയാക്കിയിരിക്കണം. മുറ്റത്തും പരിസരത്തും തുപ്പരുത്. ചപ്പു ചവറുകളും മാലിന്യങ്ങളും പ്രത്യേകമായി തീർത്ത കുഴികളിലോ തൊട്ടികളിലോ നിക്ഷേപിക്കണം. ഇതാണല്ലേ നമ്മുടെ ശുചിത്വ കാര്യത്തില് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടവ അല്ലെ? പക്ഷെ താഴെ 9ാമത്തത് നിഷധ രാജ്യത്തിലെ രാജാവ് ആരാണ് ദേവപ്രിയ? നളൻ. നെക്സ്റ്റ് നളനോട് അസൂയ തോന്നിയത് ആർക്കാണ്? ഞാൻ ചോദിക്കാത്തവരോട് ചോദിക്കട്ടെ. ഷെഫിയോട് ചോദിച്ചോ? ചോദിച്ചല്ലേ? സേബ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സേബ വീഡിയോയും ഒന്ന് ഓൺ ചെയ്തേ. അപ്പൊ നളനോട് അസൂയ തോന്നിയത് ആർക്കാണ്? സെബ ഒന്ന് കേൾക്കുന്നുണ്ടോ? സെബക്ക് സിനാൻ സെബ പറഞ്ഞോ. കേൾക്കുന്നില്ല. സെബ ആൻസർ പറഞ്ഞോ. സെബ കേൾക്കുന്നില്ല. സെബയാണോ? സിനാൻ കേൾക്കുന്നുണ്ടോ? സിനാൻ കേൾക്കുന്നില്ല. സിനാന് കേൾക്കുന്നുണ്ടോ? സിനാൻ കേൾക്കുന്നില്ല. കേൾക്കാത്ത ആർക്കാ? സെബക്കാണോ? കേൾക്കുന്നില്ല. നളനോട് അസൂയ തോന്നിയത് ആർക്കാണ്? എല്ലാവരും ചോദ്യം ചോദിച്ചു അല്ലെ? ഓക്കെ. ആൻഡ്രോസ് ആർക്കാണ് അസൂയ തോന്നിയേ? കലിക്ക്. നെക്സ്റ്റ് നളൻ വിവാഹം ചെയ്തത് ആരെയാണ്? ഫാത്തിമ മെഹഫൂസ. നളൻ വിവാഹം ചെയ്തത് ദമയന്തി അല്ലേ? ദമയന്തി എഴുതണം. അപ്പൊ ആദ്യത്തെ നളനോട് അസൂയ തോന്നിയത് കലീന്ന് അവിടെ എഴുതണേ. എഴുതിയോ മക്കളെ? കലി. നെക്സ്റ്റ് നളൻ വിവാഹം ചെയ്തത് എന്നുള്ളത് എവിടെ? ദമയന്തി എഴുതണം. ദമയന്തി. ഓക്കെ, ഷെഫി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നളനെ കടിച്ച സർപ്പം ഏതാ ഷെഫി? കാർക്കോടകൻ. ഓക്കെ. നളനെ കടിച്ച സർപ്പം കാർക്കോടകൻ അല്ലെ? അല്ല എഴുതിയോ? ഓക്കെ. കാർക്കോടകൻ. തെറ്റിക്കരുതേ, വൃത്തി എഴുതിയേ. കാർക്കോടകൻ. കൃപാമേരി കഴിഞ്ഞോ? നോക്കട്ടെ, ബുക്ക് കാണിച്ചേ മോളെ. എഴുതി കഴിഞ്ഞോ? നേരത്തെ എഴുതി കംപ്ലീറ്റ് ആക്കി തോന്നുന്നു. എഴുതിയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത എടുക്കട്ടെ. എല്ലാരും എഴുതിയോ? ദേവാഞ്ജന കണ്ടില്ല, ബുക്ക് കണ്ടില്ല.
അതുവരെയുള്ളത് കംപ്ലീറ്റ് ആയോ? ഓക്കെ. നെക്സ്റ്റ് എബിൻ ബിജു. എബിൻ അൽനാഗസിന്റെ കംപ്ലീറ്റ് ആണ്. കൃപാമേരി രതെ, ഷെഫി, ഫാത്തിമ മെഹഫൂസ ഒന്ന് കാണിച്ചേ. കഴിഞ്ഞു. ഫാത്തിമ മെഹഫൂസ അവിടെ എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആൻഡ്രോസ് കംപ്ലീറ്റ് ആണ്. ശ്രീദേവ് കൃഷ്ണ എവിടെ ഒന്ന് കാണിച്ചേ ടെക്സ്റ്റ് ബുക്ക്. സൂര്യദേവിന്റെ അതേ കണ്ടു. ക്രിസ്റ്റീസ് ഓക്കെ. ശ്രീദേവ് എഴുതിയിട്ടുണ്ട്. ക്രിസ്റ്റീസിൻഡോ കണ്ടില്ല ബുക്ക്. ക്രിസ്റ്റീസിൻഡോ കംപ്ലീറ്റ് ആക്കിയോ നോക്കട്ടെ. സിനാൻ എന്തായി സിനാൻ? സിനാൻ എഴുതിയോ സിനാൻ? നളനെ കടിച്ച സർപ്പത്തിന്റെ പേരെന്താ? കാർക്കോടകൻ എഴുതിയില്ലേ മോൻ? നളനെ കടിച്ച സർപ്പം ഏതാ? കാർക്കോടകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റ് ദേഹം പോലും വിരൂപമായി നമ്മൾ പഠിച്ചില്ലേ? കാർക്കോടകൻ. ഓക്കെ. അപ്പൊ അതും കൂടി അപ്പൊ നളനെ കടിച്ച സർപ്പം കാർക്കോടകൻ. കാർക്കോടകൻ. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ളത് നമ്മുടെ ഈ പേജ് കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയി. അതായത് 30ാമത്തെ പേജ് കംപ്ലീറ്റ് ആയി അല്ലെ? നമ്മുടെ സമയം കഴിഞ്ഞു. നമുക്ക് ഇനിയും കുറച്ചുകൂടി ഉണ്ട്. എത്രേ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ? ഓക്കെ. നെക്സ്റ്റ് കുറച്ചുകൂടി ഉണ്ട്. സമയമില്ല, 1 മിനിറ്റ്. അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ബൈ.